ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ സ്ട്രൈറ്റ്നറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫിലിപ്സിൻ്റെ കെരാഷൈൻ ടൈറ്റാനിയം വൈഡ് പ്ലേറ്റ് ഹെയർ സ്ട്രൈറ്റ്നർ. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇതിന് എന്താണ് ഇത്ര പ്രത്യേകത, മറ്റ് സ്ട്രൈറ്റ്നേഴ്സുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിന് എന്താ പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങളൊരു സെറാമിക് കോട്ടഡ് ഹെയർ സ്ട്രൈറ്റ്നർ വാങ്ങുന്നത് പോലെ അല്ല, ഒരു ടൈറ്റാനിയം, ഈ കാണുന്നത് ടൈറ്റാനിയം ഹെയർ കോട്ടിംഗ് ആണ് സ്ട്രൈറ്റ്നറിൻ്റെ. ഈ ഒരു പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ടൈറ്റാനിയമാണ്. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, കൂടുതലും നമുക്ക് ഈ ഫ്രിസ്സി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഹെയർ അങ്ങനെയുള്ള മുടികൾക്കാണ് ഇത് സ്യൂട്ടബിൾ ആകുന്നത്. സെറാമിക് കോട്ടഡ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി അതൊരു സോഫ്റ്റ് ടെക്സ്ചേർഡ്, അധികം തിക്നെസ് ഇല്ലാത്ത ഹെയർസിനാണ് നമ്മൾ സെറാമിക് കോട്ടഡ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം ടൈറ്റാനിയം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ഫ്രിസ്സി ആയിട്ടുള്ള, നല്ല കേളി, നല്ല മാക്സിമം തിക്കായിട്ടുള്ള ഹെയർ സ്ട്രാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിൽ സെറാമിക് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഹെയർ സ്ട്രെയിറ്റൻ ചെയ്ത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ഒരു സ്ട്രക്ചറിലേക്ക് വരും. അതേസമയം ഈ ഒരു സ്ട്രൈറ്റ്നർ ടൈറ്റാനിയം, ഈ ബ്രാൻഡോ ഏതോ ആവാം, ടൈറ്റാനിയം കോട്ടഡ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വാഷ് വരെ ഈ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുന്നതിനെ ഹോൾഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു. ഞാൻ എന്ത് സ്ട്രെയിറ്റ്നേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാലും സെറാമിക് കോട്ടഡ് ആയിരിക്കും അത് വാങ്ങിക്കുമ്പോൾ മാക്സിമം ഒരു 2-3 hours ഇത് ഹോൾഡ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ സ്ട്രെയിറ്റനിങ് ബ്രഷിലേക്ക് മാറിയത്. അപ്പോൾ അത് ഓക്കെയാണ്, നമുക്കൊരു എന്താ പറയുക, നമുക്കത് ഒരു ഹെയർ ഡ്രയർ പോലെ യൂസ് ചെയ്യാം. അതിൻ്റെ പർപ്പസ് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ചില സമയങ്ങളിൽ ചില ഒക്കേഷൻസിൽ എനിക്ക് നല്ല സ്ലീക്കായിട്ടുള്ള പക്ക ഹെയർ സ്ട്രെയിറ്റനിങ് ലുക്കിൽ കിട്ടണം, സ്മൂത്തൻ ലുക്കിൽ കിട്ടണം. അത് ഹെയർ ബ്രഷസ് തരത്തില്ല. നമുക്കൊരു വോളിയമൈസ്ഡ് ലുക്കായിരിക്കും അത് കിട്ടുക. ചില നേരത്തെ എനിക്ക് നല്ല സ്ലീക്കായിട്ടുള്ള ലുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന സ്ട്രെയിറ്റ്നർ കൊണ്ട് അത് നടക്കില്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ റിസർച്ച് നടത്തിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. നമ്മുടെ ചില ഹെയർ ടൈപ്പ് അങ്ങനെയാണ്. എൻ്റെ ഒക്കെ ഒരു ഹെയർ സ്ട്രെയിറ്റനിങ്, എൻ്റെ ഒരു ഹെയറിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് പേര് സെയിം ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരു കേളി ടു വേവി ഹെയർ സ്ട്രക്ചറിലുള്ളവർക്ക്, മുടിക്ക് അത്യാവശ്യം സ്ട്രാൻഡ്സ് നല്ല തിക്കായിട്ടുള്ളവർക്കും ഫേസ് ചെയ്യുന്ന പ്രശ്നം, സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 hours ബാക്ക് ടു നോർമൽ ആവുക എന്നുള്ളതാണ്. ഹോൾഡ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഹെയറും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിൽ ഉള്ള ആ ഒരു കണ്ടൻ്റാണ്. ആ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് സെറാമിക് ആയിക്കഴിഞ്ഞാൽ ആണ് നമുക്കത് സ്യൂട്ട് ആവത്തുള്ളൂ. നമ്മുടെ ഹെയറിന്, ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരു ഹെയർ സ്ട്രക്ചർ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ടൈറ്റാനിയം കോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പ്ലേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2400 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 2800 ഉണ്ടായിരുന്നത്, ഒരു ഡിസംബറിൽ അവർക്ക് ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് 2500 അടുപ്പിച്ച് ആ ഒരു റേഞ്ചിന് എനിക്ക് കിട്ടിയത്. ഇവരിതിൽ പറയുന്ന പോലെ കെരാഷൈൻ ടൈറ്റാനിയം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് ഒരു ഷൈനിങ് ഉണ്ടാവും. പിന്നെ ഇവർ ക്ലെയിം ചെയ്യുന്നത് നെക്സ്റ്റ് ഹെയർ വാഷ് വരെ ഇത് ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 weeks-ഓളമായി. അപ്പം ഞാൻ ഇതിൽ തന്നെ ഒരു 3 to 4 times ഞാനിത് യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾ കാണുന്ന ഞാൻ ഇപ്പം തലേന്ന് ഞാൻ മുടി സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഉള്ള ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12 to 13-14 hours ആയിട്ടുണ്ട് ഇതിപ്പം ഞാനിത് ചെയ്തിട്ട്. ഇത്രയും നേരം ആയിട്ടും ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് സെയിം എക്സ്പീരിയൻസ്, അതായത് ഞാൻ എപ്പോഴാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അതുവരെ ഈ സ്ട്രെയിറ്റനിങ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് എൻ്റെ മുടി ഇത്രയും ട്രീറ്റഡ് ആണ്. ഇപ്പം നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഇപ്പം ഇത്രയുമാണ് ട്രീറ്റഡ് ഹെയറും, ബാക്കി അപ്പർ പോർഷനൊക്കെ നാച്ചുറൽ ഹെയർ ആണ്. പക്ഷെ ഞാനിപ്പം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. കാരണം എനിക്ക് ആവശ്യമുള്ളപ്പം സ്ട്രെയിറ്റ് ലുക്ക് കിട്ടും. അല്ലാത്തപ്പോൾ എനിക്ക് ഹെയർ ബ്രഷ് വെച്ചിട്ട്, സ്ട്രൈറ്റനിങ് ബ്രഷ് വെച്ചിട്ട് ടൂള് യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിനെ ഞാൻ വാങ്ങിക്കുന്നത്. ഇത് പറയുന്ന അതേ കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊരു നെക്സ്റ്റ് ഹെയർ വാഷ് വരെ നമുക്കിത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഹെയർ വാഷ് വരെ ഈ ഒരു സാധനം ഇങ്ങനെ തന്നെ കിടക്കും.
പിന്നെ ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 0, മീഡിയം, ഹൈ ഇങ്ങനെ ആണ് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇതിനനുസരിച്ച് അപ്പോൾ ഈ ഹൈയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം ഈ ചെവിയിലും ഈ മുഖത്തൊക്കെ ഇത് കൊണ്ടുകഴിഞ്ഞാൽ പൊള്ളും. നമ്മുടെ സെറാമിക് പോലെ അല്ല, ഇത് നല്ല ചൂടാവുന്ന സാധനമാണ്. അപ്പം നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ, നല്ല ചൂടാവും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ്റെ ഗ്ലൗസ് ഒക്കെ കിട്ടും ഇപ്പം, അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് അല്ലെങ്കിൽ ചൂടടിച്ചിട്ട് നമുക്ക് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് അത്ര തിക്നെസ് ഇല്ലാത്ത മുടിയാണെങ്കിൽ നിങ്ങൾ മീഡിയത്തിൽ ഇട്ടാൽ മതി. ഈ മുടിയൊക്കെ കരിഞ്ഞു പോവും. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹീറ്റേ ഉള്ളൂ. സ്റ്റിൽ നമ്മളിപ്പോൾ ഒരു സെറാമിക് സ്ട്രെയിറ്റ്നർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഡെയിലി ആയിട്ട് ഇത് യൂസ് ചെയ്യരുത്, മുടി പെട്ടെന്ന് ഡാമേജ് ആവും. അതുപോലെ തന്നെ എപ്പോഴൊക്കെ നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ലൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ മുടി കാരണം അത്യാവശ്യം ഡയറക്റ്റായിട്ട് ഹീറ്റ് നമ്മളെ മുടിയിൽ അടിക്കുന്നില്ല. ഇതെന്നല്ല, ഏത് പ്രോഡക്റ്റ് ഹീറ്റ് ടൂൾസ് യൂസ് ചെയ്താലും നിങ്ങൾ സ്പ്രേ യൂസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം എന്നെപ്പോലെ ഞാൻ ഫേസ് ചെയ്തിരുന്ന ഇങ്ങനെ എപ്പം വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് സ്ട്രൈറ്റ് ചെയ്താലും 3-4 മണിക്കൂറിനുള്ളിൽ തിരിച്ച് ബാക്ക് ടു നോർമൽ ലുക്കിലേക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്യാം. പക്ഷെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, നമ്മളൊരു പ്രിക്കോഷൻ എടുക്കണം. നമ്മുടെ മുടിയാണ്, കരിഞ്ഞു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹെയർ ഡാമേജ് ആവാതെ മാക്സിമം ഹീറ്റ് കുറച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സംഭവം അടിപൊളി പ്രോഡക്റ്റാണ്. നമ്മൾ പൊള്ളും എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത്. അല്ലാതെ പിന്നെ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വൈഡ് പ്ലേറ്റ്സ് ആണ്. ഇത്രയും നമുക്ക് വൈഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഏരിയ പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു 1-2 ഇതിൽ തന്നെ നമുക്ക് മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനാകെ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചൂടിൻ്റെ ഒരു ഇത് മാത്രമാണ്. ഇതിൻ്റെ പാക്കേജിങ് ഒന്നും ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പാക്കേജിങ് എല്ലാം നല്ലതാണ്. പക്ഷെ നമുക്കിതിനൊരു എന്താണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഇതിനൊരു പൗച്ച് സാധാരണ കിട്ടാറുണ്ട് ഫിലിപ്സിൽ നിന്ന്. ഇത്തവണ ഇതിനങ്ങനെ ഒരു പൗച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ആണ് ഇതിൻ്റെ പിന്നെ ഇതൊക്കെ നല്ല സ്ട്രോങ് ഹോൾഡാണ്. ചിലതിന് ഭയങ്കര തിന്നായിട്ടുള്ള വെയിറ്റ് ഇല്ലാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഊരിങ്ങ് പോരും. ഇതിൻ്റെ വെയിറ്റ് കാരണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ 360 റൊട്ടേറ്റ് ചെയ്യുന്ന കേബിളാണ്. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട. അപ്പം അത്യാവശ്യം അടിപൊളിയാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. എല്ലാ ഹെയർസിനും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ചിലർക്ക് സെറാമിക് തന്നെ മതിയാവും. ടൈറ്റാനിയം ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞ തിക്കായിട്ടുള്ള അത്യാവശ്യം ഹോൾഡ് ചെയ്യണം എന്ന് ഒരു 1-2 ദിവസമൊക്കെ ഈ സ്ട്രെയിറ്റ് ചെയ്ത എഫക്റ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തിക്കായിട്ടുള്ള ഹെയർ ഉള്ളവർ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ നോർമൽ സെറാമിക്കിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അത് മതിയാവും. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻസുകൾ എഴുതുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.